ഹായ് ഹലോ ആൾ ഇറ്റ്സ് മീ ഫിസിയോ ബ്രോ. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നടുവേദനയാണ്, നാട്ടിൽ കൊളുത്തി പിടിച്ചു, ആകെ നടുവിന് വല്ലായ്മ കാര്യങ്ങളൊക്കെ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാവരും പറയുന്ന പോലെ തന്നെ ബാക്ക് മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് എക്സസൈസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എന്തിയേ ടിപ്സ് ആണോ? ഇപ്പൊ പറയാവേ. അപ്പോൾ എന്റെ മുന്നേ ഉള്ള വീഡിയോസിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നടുവേദന പല കാരണത്താലാണ്, പല ടൈപ്പാണ് ഉള്ളതെന്നൊക്കെ. അപ്പൊ അത് എന്ത് കാരണത്താലാണ്, എന്ത് ടൈപ്പാണെന്ന് നമ്മൾ കൃത്യമായി റൂൾ ഔട്ട് ചെയ്ത് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. അത്തരത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൃത്യമായി പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് എക്സസൈസുകൾ പ്രിസ്ക്രൈബ് ചെയ്യാറ്. നവഡേയ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരവധി ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, നോൺ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ജിം ട്രെയിനർമാരെ പോലുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം മാറും, നടുവേദന മാറാൻ ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്താൽ മതി, മുട്ടുവേദനയ്ക്ക് ഈ എക്സസൈസ് ചെയ്താൽ മതി, അങ്ങനെ ഒത്തിരി ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ ട്രൈ ചെയ്യുകയും ചെയ്യും. നമ്മള് എത്തരത്തില് ഈസി ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ജനങ്ങൾ. അപ്പൊ അത് ട്രൈ ചെയ്യുകയും രൂക്ഷമാവുക നമ്മുടെ മുന്നിലേക്ക് ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ കേസുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഞാനിത് ചെയ്യണോ, അതോ ഞാനിത് ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട്, നമ്മളെപ്പോലുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ട് എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യണോ എന്നുള്ള കാര്യം കൃത്യമായി ചിന്തിച്ചിട്ട് അതനുസരിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വേണ്ടതാണെങ്കിൽ മാത്രം ചെയ്യുക. ഇപ്പോൾ നടുവേദനയോ കാര്യങ്ങളോ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്, നടുവേദന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് സമീപിച്ച് കൃത്യമായിട്ട് അതിന്റെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് നടുവേദന വന്നത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എക്സസൈസുകൾ മാത്രം ചെയ്യുക. ഓരോന്നിനും ഓരോന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്.